ഒരു ഫൺ റൈഡ് ഉണ്ട് സിനിമയിൽ. ഇത് കുറച്ച് എന്താ പറയാ, കുറച്ച് ലോജിക്കൊക്കെ എടുത്ത് തലച്ചോറൊക്കെ എടുത്ത് പുറത്ത് വെച്ച് പൂട്ടിയിട്ട് 2 മണിക്കൂർ കയറിയിരുന്ന് കാണാൻ, തിരിച്ചു വരുമ്പോൾ എടുത്തിട്ട് പോവാം. ചിലപ്പോൾ ആർക്കും ആവശ്യമില്ലാത്തതാണുള്ളത്. അപ്പൊ അത് ചെയ്യാം. പിന്നെ ഇവിടെ വരെ വരാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. നമ്മൾ ഇത്രയും സ്റ്റുഡൻസിനെ കാണാൻ പറ്റിയാലും നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയാലും. പിന്നെ നിങ്ങളുടെ ഒരു കാര്യം, തൊട്ട് മുമ്പ് നമ്മൾ സ്കൂളിൽ പോയി. ഓക്കെ, നിങ്ങൾ കേൾക്കണം ഗൈസ്. തൊട്ട് മുമ്പ് നമ്മൾ സ്കൂളിൽ പോയി. സ്കൂളിലെ പിള്ളേരുടെ എനർജി നിങ്ങൾക്ക് അറിയോ? എന്തൊരു എനർജിയാണെന്നറിയോ? നിങ്ങളുടെ എനർജി അതിന്റെ മേലെ നിൽക്കുമോ? ഒന്ന് നോക്കട്ടെ ഞാൻ. ഹലോ, അടിപൊളി. അപ്പോ നമുക്ക് ഇച്ചിരി ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കുറച്ചേരം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ. സ്കൂളിലും ക്ലാസ്സിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ ആരായിരുന്നു ആ ചെറുപ്പത്തിലെ ടീച്ചേഴ്സ്? അവിടെ വാക്ക് കയറി പിടിച്ചു. ടീച്ചേഴ്സിന്റെ പെറ്റായിട്ടുള്ള കുട്ടി ആരെയും ഈ കൂട്ടത്തിൽ എല്ലാവരും എന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഞാൻ ടീച്ചേഴ്സ് പെറ്റായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ചില സമയങ്ങളിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ ഉറങ്ങിക്കോ എഴുന്നേക്കണ്ടാണ്, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഇവിടെ അതുപോലെ ആരൊക്കെ ഉണ്ടല്ലേ? അതാണ് അനിയ. ഓക്കെ. അപ്പൊ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവരോടുള്ള റെസ്പെക്ട് ഒന്നും കളയാതെ ഒരു ക്ലാസിന്റെ വൈബും അല്ലെങ്കിൽ അത് അങ്ങനെയാ പോയിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും അവര് ഇപ്പോഴും ഞാൻ അവരെ കാണാറുണ്ട്, അവരെന്നെ വിളിക്കാറുണ്ട്. ഈ അടുത്ത് പോലും എന്റെ ഷൂട്ട് നടന്നപ്പോൾ എന്നെ ഒരു ടീച്ചർ വന്ന് കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയാ, അങ്ങനെ ഞാൻ എപ്പോഴും അവരായിട്ട് കണക്റ്റഡ് ആണ്, എന്നെ പഠിപ്പിച്ചവരായിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഈ ഗുരുത്വം എന്ന് പറയുന്ന സാധനം ഒരു കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. അത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു തരത്തിലുള്ള എന്താ പറയാ കുസൃതിയും പാടില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. ഗുരുത്വം കയ്യിൽ വേണം, അത്രയും.